കൊല്ലത്ത് ബോട്ടുകളിൽ വൻ അഗ്നിബാധ 10ഓളം ബോട്ടുകൾ കത്തിനശിച്ചു. കൊല്ലം കുരീപ്പുഴയിലാണ് സംഭവം. കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീ പിടിച്ചത്. ഫയർഫോഴ്സ് സംഘം എത്തി തീ കെടുത്താനുള്ള ശ്രമം തുടരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വലിയൊരു തരത്തിലുള്ള അഗ്നിബാധയാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? ഇപ്പോൾ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് പുലർച്ചെ 2 മണിക്ക് ആണ് ഈ ആദ്യം ഒരു ബോട്ടിലേക്ക് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതും തൊട്ടടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അവരുടനെ ബഹളം വെച്ചു, നിലവിളിച്ചു. ഇതറിഞ്ഞ് തൊട്ടടുത്ത വീട്ടുകാരിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ഉണർന്നു. അവർ വന്ന് ഈ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഒപ്പം തന്നെ അതേ സമയത്ത് തന്നെ ഈ ചങ്ങലകളിൽ ബന്ധിച്ചിരുന്ന ബോട്ടുകൾ മുഴുവനും അഴിച്ചു മാറ്റാനുള്ള നീക്കവും ആരംഭിച്ചിരുന്നു. അങ്ങനെ 9 ഈ വിൽനെറ്റ് ബോട്ടുകളും ഒരു ഫൈബർ വള്ളവുമാണ് ഇപ്പോൾ കത്തി നശിച്ചത്. ഇതിപ്പോഴും തീ ചെറുതായിട്ടുണ്ട്, പൂർണ്ണമായും കെടുത്താൻ കഴിയില്ല. കാര്യം ഇതിൽ നിന്ന് 3-4 ഗ്യാസ് കുറ്റികൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അതിന്റെ അടുത്തേക്ക് പോകുന്നതും അപകടകരമാണ്. അതിൽ ചില ബോട്ടുകളിൽ ഡീസൽ ഉണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഇതിനടുത്തേക്ക് പോകാൻ കഴിയാത്തത്. മാത്രമല്ല, ഇത് കരയിൽ നിന്ന് ഏതാണ്ട് ഒരു 50-60 മീറ്റർ കായലിന്റെ ഉള്ളിലേക്കാണ് ഈ ബോട്ടുകളെല്ലാം നങ്കൂരമിടുക. സ്വാഭാവികമായിട്ടും ഫയർഫോഴ്സിന് അതിന് തൊട്ടഴികെ എത്താൻ ഒരിക്കലും കഴിയില്ല. അവര് വള്ളത്തിലും മറ്റും വലിയ പമ്പ് സെറ്റുകൾ കൊണ്ടുപോയി അതിലെ കായലിലെ വെള്ളം തന്നെ അതിലേക്ക് പമ്പ് ചെയ്തിട്ടാണ് ഈ തീ കെടുത്താനുള്ള ശ്രമം നടത്തുന്നത്. ഏതാണ്ട് 15ഓളം ഫയർഫോഴ്സ് യൂണിറ്റ് സംഘങ്ങൾ അവിടെയുണ്ട്. പക്ഷെ ഒരു വണ്ടിക്ക് പോലും ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിധം ഇത് തുരുത്ത് ഉൾപ്പെടുന്ന പ്രദേശമാണ്, താഴ്ചയാണ്. റോഡിന്റെ മുകളിൽ മാത്രമേ ഇടാൻ കഴിയൂ. അവിടുന്ന് ഈ ഓസ് വഴി താഴേക്ക് വെള്ളം എത്തിക്കാനും സാധിക്കില്ല. പമ്പുകൾ, ചെറിയ മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ച് കായലിലെ വെള്ളം തന്നെ എടുത്ത് പമ്പ് ചെയ്തിട്ട് തീയെടുത്തുന്നതാണ് ഇപ്പോഴും തുടരുന്നത്. ഇനി കുറച്ചു ഭാഗം മാത്രമേ ഉള്ളൂ. ഇനി ഈ തീപിടിച്ച ഈ ബോട്ടുകൾ ഒന്നും തന്നെ വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം അത് കത്തി നശിച്ച നിലയിലുമാണ്. അശിത, രാജ്കുമാർ, മത്സ്യബന്ധന ബോട്ടുകൾക്കാണ് തീ പിടിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളപായം എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ആളപായങ്ങളൊന്നും തന്നെയില്ല. ഇത് ഗിൽനെറ്റ് ബോട്ടുകളാണ്. ഇത് പരമ്പരാഗതമായി മത്സ്യബന്ധനം നടത്തുന്ന ചൂണ്ടവലയും മറ്റും ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന ചെറിയ ബോട്ടുകളാണ്, വലിയ യാനങ്ങളല്ല. ഈ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്നവരല്ല ഇവര്, പക്ഷെ പരമ്പരാഗത രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നവരാണ്. ഇവര് ചെറിയ വലകളും മറ്റും കത്തി നശിച്ചിട്ടുണ്ട്. ആളുകൾക്കൊന്നും യാതൊരു അപായവും ഇതുവരെ സംഭവിച്ചതായി റിപ്പോർട്ടുകളൊന്നും തന്നെയില്ല. രാജ്കുമാർ, ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി ജോലി ചെയ്യുന്ന ബോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകളും അതുപോലെ ബോട്ടിന്റെ ഇന്ധന ടാങ്കുകൾ അടക്കമുണ്ട്. അത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടാൻ കാരണമായിട്ടുണ്ടോ? ഇതിനകത്തുള്ള ഇന്ധനവും ഗ്യാസ് സിലിണ്ടറുകളുമാണ് ഇത് തീ കൂടുതൽ ഇങ്ങനെ കത്തിപ്പടരാനുള്ള ഇടയാക്കിയത്. മാത്രമല്ല, കഴിഞ്ഞ 2-3 ദിവസമായി മഴയില്ല. മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ഈ തീപിടുത്തം ഉണ്ടാവുകയുമില്ലായിരുന്നു. ഇത് എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതില് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇതിൽ കിടന്നുറങ്ങുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ആർക്കും ഇതുവരെ ഈ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല, ആർക്കും പരിക്കുകളുമില്ല. ഈ ബോട്ടില് ഈ തീ പടരുന്നത് കണ്ടാണ് അയൽവാസിയായ സ്ത്രീ ഇത് നാട്ടുകാരെ അറിയിക്കുന്നതും ഫയർഫോഴ്സിനെ അറിയിക്കുന്നതും. തുടർന്നാണ് ഇതിനുള്ള തീ കെടുത്താനുള്ള ശ്രമം തുടരുന്നത്. പക്ഷെ നിലവിൽ ഈ കൂടുതൽ തൊട്ടടുത്തുണ്ടായിരുന്ന ബോട്ടുകൾ അവിടുത്തെ CPM-ന്റെ പ്രവർത്തകരും മറ്റും ചേർന്ന് ഈ ചങ്ങല തകർത്ത് ഈ മറ്റു ബോട്ടുകൾ, അതിന്റെ ബന്ധിപ്പിച്ചിരുന്ന ബോട്ടുകളെല്ലാം നീക്കം ചെയ്തതുകൊണ്ട് ഈ 10 ബോട്ടുകളിലൂടെ ഇതിന്റെ നാശനഷ്ടം തീർന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ സമീപ പ്രദേശത്ത് കൂടുതൽ ബോട്ടുകളായ ആടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ തീ പടർന്നിരുന്നെങ്കിൽ കോടാനുകൂടിയുടെ നഷ്ടം മത്സ്യബന്ധന തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ താങ്ങാനൊക്കാത്ത ഒരു നഷ്ടം തന്നെയായിരിക്കും. രാജ്കുമാർ, ഇനിയും ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? നിലവില് ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് ഒന്നും തന്നെ ഇതിന്റെ സമീപത്ത് പോയിട്ട് ഒരു 300 മീറ്റർ പോലും എത്തിച്ചേരാൻ കഴിയില്ല. ഇത് അയ്യങ്കോയിക്കൽ ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള താഴേക്കുള്ള അഷ്ടമുടി കായലിന്റെ ആടുകളിലാണ് ബോട്ടുകൾ നങ്കൂരമിടാറ്. അവിടെയാണ് സാധാരണ ഇത്തരം ബോട്ടുകൾ കൊണ്ട് കെട്ടിയിടുന്നത്. പക്ഷെ ഇത് ഇന്നിപ്പോ പുലർച്ചെ 2 മണിക്കുണ്ടായ ഈ തീപിടുത്തത്തെ തുടർന്ന് ഫയർഫോഴ്സിന്റെ ഒരു 15-ലധികം ഫയർഫോഴ്സ് യൂണിറ്റ് സംഘങ്ങൾ അവിടെ എത്തിയെങ്കിലും എല്ലാവർക്കും മുകൾ ഭാഗത്ത് റോഡിലെ നിലയുറപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് ഇവരെ കയ്യിലുള്ള പമ്പ് സെറ്റുകൾ മുഴുവനും താഴേക്ക് എത്തിച്ച് കായലിലെ വെള്ളം തന്നെ പമ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ തീ കെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നത്. പൂർണ്ണമായും ഇത് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും 95% തീ കെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്കുമാർ, ഇപ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്നവരുടെ ബോട്ടുകൾ തന്നെയാണോ കത്തി നശിച്ചിട്ടുള്ളത്? ഇത്
പല സ്ഥലങ്ങളിലുള്ളവരാണ്. ഇവിടെ പ്രദേശവാസികളുടെ എന്ന് പറയാൻ കഴിയില്ല. കുളച്ചൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരുടെ ബോട്ടുകൾ ഇവിടെ നങ്കൂരം വിടാറുണ്ട്. തൊഴിലാളികൾ പലരും ചിലപ്പോൾ ഇതിനകത്തുള്ള സ്രാങ്കുകൾ ഇവിടെ താമസിക്കുന്നവരായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്ക് സൗകര്യമുള്ള സ്ഥലം നോക്കി നങ്കൂരം വിടുന്നത്. മറ്റ് വാഹനങ്ങളിലുമൊക്കെ എത്തി, ബസ്സുകളിലും മിനി ബസ്സുകളിലും ഒക്കെ ഈ തൊഴിലാളികളും മറ്റും എത്തി ഇതിലേക്ക് നടന്നു പോയിട്ട് ബോട്ടിൽ കയറിയാണ് ഇവര് മത്സ്യബന്ധനത്തിന് പോകാറ്. അതുകൊണ്ട് ആ പ്രദേശവാസികളുടെ ബോട്ടാണെന്ന് പറയാൻ കഴിയില്ല. ഈ കുളച്ചിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ബോട്ടുകളും അവിടെ നങ്കൂരം വിടുന്നുണ്ട്. രാജ്കുമാർ, ഇപ്പോൾ ഇന്ധന ടാങ്കുകളടക്കം പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ള എന്തെങ്കിലും വസ്തുക്കൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലില്ല, ഇതില് ദൂരെ കരയിലേക്ക് ഒന്നും തീ യാതൊരു കാരണവശാലും പടരില്ല. അത് പടർന്നിട്ടുമില്ല. ഇത് നങ്കൂരപ്പെട്ടിരിക്കുന്നത് കരയിൽ നിന്ന് 50 മീറ്റർ അകലെ കായലിലാണ്. ഇതിപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേപോലെ തന്നെ കുരീപ്പുഴയിൽ രണ്ട് ബോട്ടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. അതും ഇതുപോലെ തന്നെയാണ്. ഫയർഫോഴ്സിന് അടുത്തെത്താൻ കഴിയാത്ത വിധം വളരെ അകലെയായിരുന്നു. ഈ കരയിൽ നിന്ന് പോലും വെള്ളം പമ്പ് ചെയ്താൽ അവിടെ എത്താത്ത വിധം ദൂരെയായിരുന്നു അന്ന് ആ ബോട്ടുകൾ നങ്കൂരം വിട്ടിരുന്നത്. ഇപ്പോ ഈ കഴിഞ്ഞ ഒരു 12 ദിവസത്തിനുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ ഇത് 12 ബോട്ടുകളാണ് ഈ നിലയിൽ ഇപ്പോൾ കത്തി നശിച്ചിരിക്കുന്നത്. ഇത് ആദ്യം കഴിഞ്ഞ ആഴ്ച കത്തിയ ബോട്ടുകളുടേത് ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. ഇന്നത്തെ ഈ സംഭവത്തിനകത്ത് എന്താണ് ഇതിന് ഈ തീപിടുത്തത്തിനുള്ള കാരണമെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതിനി കൂടുതൽ പരിശോധനകൾ ഫോറൻസിക് വിഭാഗം മറ്റും എത്തി ഫയർഫോഴ്സ്, ഫയർ ആൻഡ് സേഫ്റ്റി ടീം അവരെല്ലാം അവരുടെ വിദഗ്ധ പരിശോധനയിൽ മാത്രമേ കാരണം സംബന്ധിച്ച് വ്യക്തമാകൂ. രാജ്കുമാർ, ഇപ്പോൾ അതിന്റെ സമീപ സ്ഥലങ്ങളിൽ വീടുകളും മറ്റും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ പ്രദേശവാസികളുടെ സംയോജിതമായ ഒരു ഇടപെടൽ തന്നെയാണ് അപകടത്തിന്റെ ഒരു വ്യാപ്തി കുറയാൻ കാരണമായിട്ടുള്ളതല്ലേ? 100%. അവിടെയുള്ള CPM പ്രവർത്തകർ അവരാണ് ആദ്യം ഉണർന്നതും. ഈ ബഹളം അവിടെ എല്ലാം കുടുംബങ്ങളെല്ലാം CPM-ൽ ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന കുടുംബങ്ങളാണ് ഏറെയും. അവർ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഇവർ തന്നെ ആ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം ഇറങ്ങി തിരിച്ചു. അവര് ഈ ബോട്ടുകളിൽ ചങ്ങലകൾ കൊണ്ട് ഈ ബോട്ടുകളെല്ലാം സാധാരണ കാര്യം ഈ ബോട്ടുകൾ അപഹരിക്കുന്ന സംഘങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്തുള്ള എഞ്ചിനുകളോ വിലയുള്ള ഈ വലയും മറ്റുമെല്ലാം അപഹരിക്കുന്ന സംഘങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഭയന്ന് ഇവരെല്ലാം ഈ എല്ലാ ബോട്ടുകളും ചങ്ങല കൊണ്ട് കൂട്ടി ബന്ധിപ്പിക്കുന്ന ഒരു സുരക്ഷിതമായ നിലയിലാണ് അവർ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകൾ ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പ്രത്യേകമായി കെട്ടിയിരുന്ന ബോട്ടുകളായിരുന്നുവെങ്കിൽ ഇത്രയും എണ്ണത്തിൽ ഈ 10 ബോട്ടുകളോളം കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ഒരു ബോട്ടിന് തീപിടിച്ചെങ്കിൽ ആ ബോട്ടിന് മാത്രമേ തീപിടിക്കുള്ളായിരുന്നു. ഇത് ഈ അടുപ്പിച്ച് ബന്ധിപ്പിച്ച് ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ച് കിടക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ തീ മറ്റുള്ള ബോട്ടുകളിലേക്ക് കാറ്റുകൂടി ഉണ്ടായിരുന്നു ആ തീ പടർന്നത്. അതേസമയം ഇവര് ഈ സംഭവം കണ്ടുകൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ വളരെ അടുത്ത് ആ കാറ്റത്ത് തീപടരാൻ സാധ്യതയുള്ള ബോട്ടുകൾ മുഴുവനും അല്ലെങ്കിൽ ഇതിന്റെ കൂടെ കെട്ടിയിരുന്ന 8ഓളം ബോട്ടുകൾ അവർ ചങ്ങല പൊട്ടിച്ച് അത് അവിടെ നിന്നും മാറ്റി. അത് വളരെ ആ രക്ഷാദൗത്യത്തിലാണ് അതൊരു വിജയമായിരുന്നു. ആ നാട്ടുകാരുടെ ആ സംയോജിതമായ ഇടപെടൽ. അപ്പോഴത്തേക്കും ഫയർഫോഴ്സ് സംഘങ്ങൾ എത്തിയിരുന്നു. അവരുടെ കയ്യിലുള്ള കട്ടറുകളും മറ്റും ഉപയോഗിച്ച് ഈ ഇരുമ്പ് ചങ്ങലകൾ കട്ട് ചെയ്തിട്ടാണ് മറ്റുള്ള 8 ബോട്ടുകൾ വളരെ സേഫായിട്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. രാജ്കുമാർ, ഇപ്പോൾ കായൽ തീരമാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് കൃത്യമായി അവിടേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പൂർണ്ണമായും വെള്ളം പമ്പ് ചെയ്തിട്ട് തന്നെയാണോ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നത്? അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ കരയിൽ ഒരു സംഭവം നടക്കുമ്പോൾ 4 വശങ്ങളിൽ നിന്ന് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നതിനോ അല്ലെങ്കിൽ അതുപോലെ തീകെടുത്തിനുള്ള മറ്റു സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. കരയിൽ നിന്ന് 60-70 മീറ്റർ അകലെ മാറിയുള്ള വെള്ളത്തിൽ കിടക്കുന്ന ബോട്ടുകൾക്ക് നമുക്ക് ഈ ഫയർഫോഴ്സ് സംഘത്തിന് അവിടെ എത്തിച്ചേരുന്നതിനോ അല്ലെങ്കിൽ കരയിൽ നിന്നുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ. 2, ഈ തൊട്ടടുത്ത് വള്ളങ്ങളിൽ പോയി ബോട്ടുകൾ പമ്പുകൾ ചെറിയ വള്ളങ്ങളിൽ കൊണ്ടുപോയി ആ കായലിൽ വെച്ച് അത് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവർ ഈ തീ കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്തേക്ക് പോകാനും ഇപ്പൊ അനുവദിക്കുന്നില്ല. ഗ്യാസ് സിലിണ്ടറുകൾ 3 പൊട്ടിത്തെറിച്ചു. അപ്പൊ അപകട സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നാട്ടുകാരെയും അതുപോലെ മാധ്യമ പ്രവർത്തകരെയും ഒക്കെ സുരക്ഷിതമായി മാറ്റി നിർത്തിയിട്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് പുരോഗമിക്കുന്നത്. 95% ബോട്ടുകളും കത്തി നശിച്ചു. വളരെ ചെറിയ തീനാളങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത്.